ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ മാങ്ങയും ചക്കയും ഒക്കെ സുലഭമായി കിട്ടുന്ന ഒരു സീസൺ ആണല്ലോ ഇപ്പോൾ. മാങ്ങയ്ക്ക് വില കുറവിൽ കിട്ടുന്ന ഈ സമയത്ത് കുറച്ച് മാങ്ങ വാങ്ങിച്ച് ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ വർഷം മുഴുവനും പച്ചമാങ്ങ പച്ചയായിട്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ സമയമൊട്ടും കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇത്രയും മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു ടവലിൽ വെച്ച് തുടച്ച് ഉണക്കി അതിലെ ഈർപ്പം എല്ലാം മാറ്റിയെടുക്കണം. ഇതിൽ നിന്നും ഓരോ മാങ്ങ എടുത്ത് മാങ്ങ അണ്ടിയോട് ചേർത്ത് വേണം പൂളിയെടുക്കാൻ. പൂളിയെടുത്ത മാങ്ങ ഏകദേശം 1/2 ഇഞ്ച് കനത്തിൽ ഇതുപോലെ നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം. പൂളിയെടുത്ത മാങ്ങയെല്ലാം ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു മൺകലത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. വർഷങ്ങളോളം ഇരുന്നാലും നമ്മുടെ മാങ്ങ പൂപ്പിൽ വരാതെ കേടാവാതിരിക്കാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് ഇത്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊന്നും ഫ്രിഡ്ജില്ലാതിരുന്ന സമയത്ത് ഇങ്ങനെ മാങ്ങ സീസണിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന മാങ്ങ അടുത്ത സീസൺ വരെ ഉപയോഗിക്കാറുണ്ട്. മുറിച്ചെടുത്ത മാങ്ങയെല്ലാം മൺകലത്തിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് ഉപ്പാണ് ചേർക്കുന്നത്. പിന്നെ നമ്മുടെ മാങ്ങയിലേക്ക് ഉപ്പുപൊടി അല്ലാട്ട് ചേർക്കേണ്ടത്, നല്ല കല്ലുപ്പ് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മുടെ മാങ്ങ ഇതുപോലെ നന്നായിട്ടൊന്ന് കുടഞ്ഞു വയ്ക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പ് മാങ്ങയുടെ എല്ലാ ഭാഗത്തും പിടിച്ചു കിട്ടണം. ഇനി ഇതൊരു മൂടി വെച്ച് അടച്ച് ഒരു ദിവസത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരം വെച്ച മാങ്ങ ഇന്ന് വൈകുന്നേരമാണ് ഞാനിവിടെ എടുക്കുന്നത്. കണ്ടോ, ഉപ്പിട്ട് വെച്ചത് കാരണം നമ്മുടെ മാങ്ങയിൽ വെള്ളമെല്ലാം നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്നും നമ്മുടെ മാങ്ങ കഷ്ണങ്ങൾ മാത്രമായിട്ടൊന്ന് കോരി മാറ്റാം. മാങ്ങയിലെ വെള്ളം കംപ്ലീറ്റ് മാറുന്നതിന് വേണ്ടി ഇതൊരു സ്ട്രെയിനറിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. ദീർഘനാളത്തേക്ക് മാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ മാങ്ങയിലെ വെള്ളം ഇതുപോലെ ഒന്ന് ഊറ്റിക്കളയാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങ അച്ചാർ പെട്ടെന്ന് തന്നെ പൂപ്പിൽ വരികയും കേടായി പോവുകയും ചെയ്യും. കണ്ടോ, നമ്മുടെ 2 കിലോ മാങ്ങയിൽ നിന്നും ഇത്രയും വെള്ളമാണ് കിട്ടിയത്. പിന്നെ നമ്മൾ ഈ വെള്ളമൊന്നും കളയുന്നില്ല കേട്ടോ. നമ്മുടെ മാങ്ങയുടെ രസം മുഴുവനുള്ള വെള്ളമാണിത്. ഇത് കളഞ്ഞാൽ പിന്നെ നമ്മുടെ മാങ്ങ ഒന്നിനും കൊള്ളില്ല. അപ്പോൾ നമ്മൾ സ്ട്രെയിനറിലേക്ക് വാരി വെച്ച മാങ്ങയിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വാർന്നു പോകുന്ന സമയം കണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ കടുക് ഞാനിവിടെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. വെറും 2 മിനിറ്റ് മാത്രം ചൂടാക്കിയെടുത്ത് നമ്മുടെ കടുക് തണുക്കാനായിട്ടൊന്ന് മാറ്റിവെക്കാം. ഇനി ഒരു വലിയ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. എണ്ണയിലേക്ക് ഒരു 10-15 വറ്റൽമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 1/4 വേവിലൊന്ന് വറുത്തെടുക്കണം. നമ്മുടെ മുളക് നന്നായിട്ട് വറുത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 3-4 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തതിന് ശേഷം അധികം നേരം ഇട്ട് വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെറും 1 മിനിറ്റ് മാത്രം വറുത്തതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഈ സമയം കണ്ട് നമ്മൾ ആ സ്ട്രെയിനറിൽ വാരി വെച്ചേക്കുന്ന മാങ്ങയിലെ വെള്ളമെല്ലാം നന്നായിട്ട് വാർന്നു പോയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ എടുത്ത് നമ്മുടെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പെട്ടെന്ന് കരിഞ്ഞു പോകാതെ മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മുടെ മാങ്ങ വറുത്തെടുക്കേണ്ടത്. മാങ്ങ വറുത്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ നമ്മൾ ആ വറുത്ത് വെച്ചേക്കുന്ന കടുകില്ലേ അതൊന്ന് ചതച്ചെടുക്കാം. പിന്നെ നമ്മുടെ കടുക് അധികം അങ്ങോട്ട് പൊടിഞ്ഞു പോകണ്ട കേട്ടോ. മിക്സി ജാറിലേക്ക് ഇട്ട് വെറും 2 സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് മാത്രം മതി. കടുക് ചതച്ചെടുത്ത അതേ ജാറിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചേക്കുന്ന കറിവേപ്പിലയും വറ്റൽമുളകും കൂടി എടുത്ത് അതും ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്ത നമ്മുടെ മസാലകളെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മുടെ മാങ്ങ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് തന്നെ വറുത്ത് കിട്ടും. പാകത്തിന് വറുത്ത് കിട്ടിയ മാങ്ങ കഷ്ണങ്ങൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ള മാങ്ങ കഷ്ണങ്ങളും കുറച്ച് വീതം എണ്ണയിലേക്കിട്ട് ഇതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. പിന്നെ നമ്മൾ ആ മാങ്ങ ഉപ്പിലിട്ട് വെച്ചത് കാരണം നമ്മുടെ മാങ്ങയിലേക്ക് അധികം എണ്ണ ഒന്നും കയറില്ല കേട്ടോ. ഒട്ടും എണ്ണ കുടിക്കാതെയാണ് നമ്മുടെ മാങ്ങ എല്ലാം വറുത്ത് കിട്ടിയിട്ടുള്ളത്. മാങ്ങ കഷ്ണങ്ങൾ മുഴുവനും വറുത്തെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ ആ ചതച്ച് വെച്ചേക്കുന്ന കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ കടുക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ചെടുത്ത ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള വറ്റൽമുളകാണ് നമ്മളിവിടെ വറുത്ത് പൊടിച്ചത്. അതുകൊണ്ട് എരിവ് തീരെ കുറഞ്ഞ കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ മസാലകളെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം.
മസാലകളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം ലോ ഫ്ലെയിമിൽ നമുക്കിത് സ്റ്റവിലേക്കൊന്ന് വെക്കാം. നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് പച്ചമണം മാറുന്നതിന് വേണ്ടി ഏകദേശം 1 മിനിറ്റോളം ഇതൊന്ന് വഴറ്റി കൊടുക്കാം. മസാലകളൊക്കെ ഏകദേശം 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ മാങ്ങ വറുത്തെടുത്ത എണ്ണയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. എണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ആ മാങ്ങയിൽ നിന്നും ഊറ്റി വെച്ചേക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചെറു തീയിലിട്ട് ഈ വെള്ളത്തിൻ്റെ 1/4 ഭാഗം ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പും മാങ്ങാനീരും ചേർന്ന വെള്ളം ഏകദേശം 1/4 ഭാഗത്തോളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചേക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ഇട്ടതിന് ശേഷം നമുക്കിത് ഏകദേശം 2 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ മസാലയെല്ലാം മാങ്ങയിലേക്കൊന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. 2 മിനിറ്റോളം വഴറ്റിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അടിപൊളി മാങ്ങ അച്ചാർ റെഡിയായി. ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ വർഷങ്ങളോളം കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അച്ചാറാണ് കേട്ടോ ഇത്. അതുമാത്രമല്ല വിദേശത്തുള്ള നമ്മുടെ ഹസ്ബൻഡിനോ മക്കൾക്കോ ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു അച്ചാർ കൂടിയാണിത്. മാങ്ങയിലെ വെള്ളം എല്ലാം ഊറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കിയത്. അതുമാത്രമല്ല മാങ്ങാ കഷ്ണങ്ങൾ എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ അച്ചാർ എത്ര നാളിരുന്നാലും അതിൽ പൂപ്പൽ വരികയോ കേടുവരികയോ ചെയ്യില്ല. അതുമാത്രമല്ല ഇരിക്കും തോറും രുചി കൂടി വരുന്ന ഒരച്ചാർ കൂടിയാണിത്. പിന്നെ നമ്മുടെ ഈ അച്ചാർ ഉണ്ടാക്കി അപ്പം തന്നെ എടുത്താൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഒരാഴ്ചയെങ്കിലും വെച്ചതിന് ശേഷമാണ് നമ്മുടെ അച്ചാർ ഉപയോഗിക്കേണ്ടത്. ഒരാഴ്ച എങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ എണ്ണയും മസാലകളൊക്കെ മാങ്ങയിലേക്ക് ഇറങ്ങി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അച്ചാറിന്. ഈ റെസിപ്പി അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്തു നോക്കണേ. ഈ ഒരൊറ്റ സൂത്രം ചെയ്തു വെച്ചാൽ പച്ച മാങ്ങ പച്ചയായി തന്നെ വർഷങ്ങളോളം നമുക്ക് സൂക്ഷിച്ചു വെക്കാം. നന്നായിട്ട് കഴുകിയെടുത്ത മാങ്ങ അണ്ടിയോട് ചേർത്ത് പൂളിയെടുത്ത് ഇതുപോലെ ചെറിയ പീസുകളായിട്ടൊന്ന് മുറിച്ച് വയ്ക്കാം. ഞാനിവിടെ 1 കിലോ മാങ്ങയാണ് കേട്ടോ സ്റ്റോർ ചെയ്യാനായിട്ട് മുറിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളെടുത്തിരിക്കുന്ന മാങ്ങ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് വേണം വെള്ളം എടുക്കാൻ. അതായത് നമ്മളെടുക്കുന്ന മാങ്ങ ഈ വെള്ളത്തിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കണം. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അലിയിച്ചതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് വെച്ചേക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഏകദേശം 15 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം നമ്മുടെ മാങ്ങയെല്ലാം വെള്ളത്തിൽ നിന്ന് വാരിയെടുത്ത് നന്നായിട്ടൊന്ന് വെള്ളം വാർത്തതിന് ശേഷം ഒരു ഉണങ്ങിയ ടവലിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ച് ഉണക്കിയെടുക്കണം. വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ലാതെ തുടച്ച് ഉണക്കിയെടുത്ത മാങ്ങാ പീസുകളെല്ലാം ഇതുപോലുള്ള സിപ്ലോ കവറിലാക്കി അടച്ചു വയ്ക്കാം. ഓരോ കറിക്ക് ആവശ്യമായ മാങ്ങകൾ ഓരോ സിപ്ലോ കവറിലേക്ക് ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന മാങ്ങകൾ അടുത്ത സീസൺ വരെ നമുക്ക് കേടാവാതെ പൂപ്പൽ വരാതെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വ്യൂവേഴ്സ്.